ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷം? അപ്പോൾ ഞാനിതാ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയുന്ന നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ എന്ത് പറയണു? അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. അപ്പോൾ മാഷാ അല്ലാ, പിന്നെ ഒരുപാട് പേര് കമൻറ്റിലൂടെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ കുറച്ചൊരു ആൻസറായിട്ട് ഞാൻ വരാം കേട്ടോ. പിന്നെ എല്ലാ വീഡിയോസൊന്നും എല്ലാ കാര്യങ്ങളൊന്നും ഇതിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അടുത്തൊരു വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഫസ്റ്റത്തെ ചോദ്യം എന്ന് വെച്ചാൽ എവിടെയാണ് വീട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് അമ്പാഴക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ എൻ്റെ വീട്. പിന്നെ വേറൊരു ചോദ്യം, എത്ര മക്കളാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 3 മക്കളാണ്. 2 പെൺകുട്ടി, 1 ആൺകുട്ടിയാണ്. മാഷാ അല്ലാ, മൂത്ത ആൾ +2 പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 10ാം ക്ലാസ്സിൽ, മൂന്നാമത്തെ ആൾ 4ലാണ് പഠിക്കുന്നത്. പിന്നെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ പിന്നെ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് എന്ന്, നാട്ടിൽ നിന്ന് എന്തിനാണ് പുറത്ത് പോന്നിട്ടുള്ളത് എന്നാണ് ആ ചോദ്യം. നാട്ടിൽ നിന്ന് പോകുന്നതെന്ന് വെച്ചാൽ നാട്ടിൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ പ്രാരാബ്ദം ബുദ്ധിമുട്ടുകളും, 3 മക്കളെ നോക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പോന്നിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോബാണെന്ന് പറഞ്ഞപ്പോൾ വന്ന് നോക്കുക, വിസ ആക്കിയിട്ടില്ല, വിസിറ്റിങ്ങിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ നോക്കട്ടെ. സാലറിയും കാര്യങ്ങളൊക്കെ ഒത്ത് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം എന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേറെ മാറും ചെയ്യും. പിന്നെ വേറെ ഇപ്പം എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ എന്താണ് ബന്ധം പിരിയാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതാണ്. എല്ലാം പാടെ ഒരുമിച്ച് പറയണില്ല, നിങ്ങളെ ബോറടിപ്പിക്കണില്ല. പിന്നെന്താ പറയുക, സങ്കടങ്ങളുണ്ട്, സന്തോഷമുണ്ട്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ സമാധാനക്കേടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതമാണ് കേട്ടോ. എല്ലാവർക്കും എല്ലാം തികഞ്ഞിട്ട് പടച്ചവൻ എന്തായാലും കൊടുക്കണില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാവും. അപ്പോൾ അതേപോലെയൊക്കെ തന്നെയാണ് എൻ്റെയും ജീവിതങ്ങൾ കേട്ടോ. പിന്നെ മാഷാ അല്ലാ, മക്കളൊക്കെ നന്നായിട്ട് പോണു, കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല, പഠിക്കുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി എങ്ങനെയാണ് ഏതാന്നുള്ളതൊക്കെ കണ്ടറിയാം. പിന്നെയെന്ന് വെച്ചാൽ വേറെ ഇപ്പം എന്താ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെനിക്ക് വല്ലാതൊരു ഇതായിട്ടോ. മക്കളെ വാപ്പാൻ്റെ അടുത്ത് നിന്നും അകറ്റണ്ടായിരുന്നോന്നോ അങ്ങനെ എന്തോ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മക്കളെ വാപ്പാൻ്റെ അടുത്ത് നിന്ന് ഞാനായിട്ട് അകറ്റിയതല്ല. എനിക്ക് പിടിച്ച് നിന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവൻ്റെ വീട്ടിൽ നിന്ന് പോന്നു. അപ്പോൾ ഞാൻ പോരുമ്പോൾ എനിക്ക് അവിടെ എൻ്റെ മക്കളെ ഇട്ടിട്ട് പോരാൻ പറ്റിയില്ല എന്നല്ല, എന്നെക്കൊണ്ട് അതിന് കഴിയൂല, സാധിക്കൂല. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ കൂട്ടിയിട്ടാണ് പോകുന്നത്. എല്ലാ തള്ളാരും ചെയ്യണ പോലെ മക്കളെ കൊന്നിട്ടോ അതല്ലെങ്കിൽ മക്കളെ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടോ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരുമൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പോന്നപ്പോൾ അങ്ങോട്ട് പോയത് വെറും കയ്യോടെ ആയിരുന്നെങ്കിൽ പോലും ഇങ്ങോട്ട് തിരിച്ച് പോന്നപ്പോൾ എനിക്ക് 3 മക്കളെ കിട്ടി. ആ 3 മക്കളെയും കൊണ്ട് തന്നെയാണ് ഞാൻ പോന്നിട്ടുള്ളത്. പിന്നെ എനിക്കെൻ്റെ എന്താ പറയുക, ജീവിതം മാത്രം നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം മാത്രം നോക്കിപ്പോയി അവൻ കല്യാണം കഴിച്ചു, അതിൽ കുട്ടികളായി, അവരായിട്ട് സുഖമായിട്ട് ജീവിക്കണു. എനിക്കും അങ്ങനെ വേണമെങ്കിൽ സ്വന്തമായിട്ട് ജീവിക്കാനും ഇരിക്കാനൊക്കെ അറിയാം. പക്ഷെ എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ അത് എനിക്കെൻ്റെ ജീവനാണ്. അവരെ ഒഴിവാക്കിയിട്ടുള്ള ഒരു തരത്തിലുള്ളൊരു ജീവിതം എനിക്കില്ല. അവരെ പിരിഞ്ഞിരുന്ന ഒരു സമയം എന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു ടൈമാണ്. അതല്ലാതെ ഞാൻ എൻ്റെ മക്കളെ പിരിഞ്ഞിരുന്നിട്ടില്ല. പിന്നെ അവരെ വാപ്പാൻ്റെ അടുത്ത് നിന്ന് അകറ്റുക എന്ന് പറഞ്ഞാൽ വാപ്പാൻ്റെ അടുത്ത് നിന്ന് ഞാൻ അവരെ ഒരിക്കലും അകറ്റിയിട്ടില്ല. അവരെ വാപ്പാൻ്റെ വീടും ഞാൻ താമസിക്കുന്ന വീടുമായിട്ട് അത്രയും അടുത്താണ്. ഒരു ദിവസം പോലും മക്കളെ കാണാൻ വരിക അതല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയോ ഇരിക്കുകയൊന്നും ചെയ്യാത്തൊരു വാപ്പ
വാപ്പാൻ്റെ അടുത്ത് നിന്ന് ഞാൻ അകറ്റി എന്ന് പറയുമ്പോൾ അത് എന്താ സത്യത്തിൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാത്ത ആളുകളാണ് അങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ശരിക്കുള്ള സത്യം അറിഞ്ഞാൽ നിങ്ങളിങ്ങനെയൊന്നും സംസാരിക്കൂല. പിന്നെ വാപ്പമാർ മക്കളെ സ്നേഹിക്കുക, അമ്മമാർ മക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, സ്നേഹം നമ്മൾ അങ്ങോട്ട് തിരിച്ച് കൊടുത്താൽ തന്നെ ഉള്ളൂ അവർ തിരിച്ച് ഇങ്ങോട്ടും തരിക. എത്രത്തോളം നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹം നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. അല്ലാത്ത ഒരു കാരണവശാലും നമുക്കത് തിരിച്ച് കിട്ടൂല. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാൻ തന്നെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടു കൊടുത്ത് അല്ലെങ്കിൽ അവരത് കൊണ്ട് കൊടുക്കാതിരിക്കുമ്പോൾ അവർ മുഖം കറുപ്പിക്കും. അതല്ലാതെ തീരെ തിരിഞ്ഞു നോക്കാത്തൊരു വാപ്പാനെ അവർക്ക് സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ കാര്യങ്ങളും സത്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് അതിന് കമൻറ്റിലൂടെ വന്നാൽ മതി. ആദ്യം അല്ലെങ്കിൽ ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ വീഡിയോസുകളൊക്കെ എടുത്ത് കാണുക, എന്നിട്ട് അതിന് എന്താണ് അഭിപ്രായം പറയുക. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കമൻറ്റുകൾ വിടാതെ ഇരിക്കുക. പിന്നെയെന്ന് വെച്ചാൽ എന്താണ്, ഒരാൾക്കൊരു ഭാരമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളെ ഇട്ടിട്ട് പോന്നിട്ടില്ല. ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ എന്നെ പ്രസവിച്ച് എൻ്റെ അമ്മാൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത്. പിന്നെ ഇന്നേ വരെ ഒരു നോക്ക് കൊണ്ടോ ഒരു വാക്ക് കൊണ്ട് പോലും എന്താണ് എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ മക്കളെ ഞാൻ എന്ത് പറഞ്ഞ് വിഷമിപ്പിച്ചാലും അവരതുവരെ വിഷമിപ്പിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ അവർ പറഞ്ഞാൽ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാനായിട്ട് കയറ്റിയിട്ടൊരു വീടുണ്ട്. ആ വീട്ടിലേക്ക് അവർക്ക് പോവാം. അവർക്ക് ഞാൻ അവിടെ ആളെ വെച്ച് കൊടുക്കും. അതിനൊന്നും എൻ്റെ മക്കളെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കൂല. ഒരിക്കലും വേദനിപ്പിക്കാൻ ഞാൻ ഒരാൾക്കും എറിഞ്ഞു കൊടുക്കുകയോ ഇട്ട് കൊടുക്കുകയോ ചെയ്യൂല. പിന്നെ ഇന്നേ വരെ എൻ്റെ വീട്ടിലുള്ള എൻ്റെ നാത്തൂന് എൻ്റെ മക്കളെ ഒരു നോക്ക് കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ അവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു സന്തോഷവും സമാധാനമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പോന്നിട്ടുള്ളത്. അതിലും അവരെക്കാട്ടിലും എൻ്റെ അമ്മാനെക്കാട്ടിലും അല്ലെങ്കിൽ എൻ്റെ നാത്തൂനെക്കാട്ടിലും കൂടുതൽ ഒരാളെ എനിക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പോരാൻ പറ്റിയ വേറെ ആളുകളില്ല കേട്ടോ. അങ്ങനെ തന്നെ പറയാം. പിന്നെ മക്കളെ കാര്യത്തിൽ എന്താ, എൻ്റെ ഏട്ടത്തി ആയാലും അവളും തന്നെ നല്ല കെയറിങ് ആണ്. അവർ എപ്പോൾ വേണമെങ്കിലും അവളും തന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അവൾ അങ്ങോട്ട് കൊണ്ടുപോകും, ഒരുക്കുകയും ചെയ്യും. അപ്പോൾ അവരെ കാര്യത്തിലൊന്നും ഇതുവരെ എനിക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നിട്ടില്ല കേട്ടോ. അവരെ ഇട്ട് പോന്നു എന്നുള്ള ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അല്ലാത്ത വേറെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അവർക്കിടയിലില്ല. പിന്നെ ചില വീടുകളിൽ ഉണ്ടാവുമായിരിക്കും അങ്ങനെയൊക്കെ, പക്ഷെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇല്ലാതിരിക്കട്ടെ. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെച്ചെങ്കിൽ തന്നെ അവർക്ക് താമസിക്കാനും അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറുതാശെങ്കിലും ഒരു കൂര കടവും കള്ളിയായാലും കയറ്റിയിട്ടിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവർക്ക് അതിലേക്ക് പോകും വരും ഒരുക്കുകയൊക്കെ ചെയ്യാം. അത് അടച്ചു പൂട്ടിയിട്ടിട്ടോ ഒന്നുമല്ല ഞാൻ പോയി നിൽക്കണേ. അവരെന്നെയാണ്, മക്കൾ തന്നെയാണ് പോയിട്ട് അടിച്ചു വരി തുടച്ചിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ വേറെ ഇപ്പം എന്താ പറഞ്ഞേ, വേറെ എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും ദുആ ചെയ്യുക സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട്. ആരെയും വിഷമിപ്പിക്കാനോ ഇടങ്ങേറാക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല കേട്ടോ. ഓരോരുത്തർ അറിയാത്ത ഒരുപാട് പേര് നമ്മളോട് കമൻറ്റിലൂടെ അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ വേറെ ഇപ്പം എന്താ പറയാൻ വന്നേ, ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഇങ്ങനെ പെട്ടെന്ന് സങ്കടം വരുന്നുണ്ട്. ഞാനിങ്ങനെ കരയാത്ത ഒരാളായിരുന്നു കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എൻ്റെ കെട്ടിയൻ്റെ കൂടെ കഴിയുമ്പോൾ മാത്രമായിരുന്നു. ഒരുപാട്
വേദനകൾ സഹിച്ചിട്ട്, അവൻ്റെ കുത്തുവാക്കുകളും വേറുള്ളതും സഹിച്ചിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ആ കരച്ചിൽ മാറി പിന്നെ ഞാൻ എൻ്റെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ഇതുപോലെ എനിക്ക് കരയേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ എന്തും വേദനകളാണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സന്തോഷിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ സങ്കടങ്ങൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, അപ്പോൾ എല്ലാവരും എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും.